+1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് ശാസ്ത്രം ഇത്രത്തോളം വളർന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അളവുകളൊന്നും വളരെ കൃത്യമായിരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിന് പനി അനുഭവപ്പെടുന്നു, പനിയും ക്ഷീണവും അനുഭവപ്പെടുന്നെങ്കിൽ അന്ന് ചെയ്തിരുന്നത് ആരോഗ്യരംഗത്ത് പരിചയമുള്ള ഒരാളോ നാട്ടുവൈദ്യനോ ആരെങ്കിലും വന്ന് ശരീരത്തിൽ തൊട്ട് നോക്കിയതിന് ശേഷം ചൂട് കൂടുതലാണോ കുറവാണോ എന്നെല്ലാം നോക്കിയിട്ട് അതിന് വേണ്ട എന്തെങ്കിലും മരുന്നെല്ലാം കൊടുക്കുന്നു. പക്ഷേ ശാസ്ത്രം വളർന്നപ്പോൾ നമുക്കറിയാൻ പറ്റും, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ 36.9 എങ്കിൽ അത് നോർമലാണെന്നും, അതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും, അതിനേക്കാൾ വളരെ കുറവാണെന്നുണ്ടെങ്കിലും പ്രശ്നമാണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, 36-ന് മുകളിലോട്ട് 37-ന് മുമ്പോട്ടുള്ള എത്ര ടെമ്പറേച്ചർ ആണെങ്കിലും അതിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കാനും നമുക്ക് പറ്റുന്നു. അപ്പോൾ ശാസ്ത്രം വളരുന്ന അനുസരിച്ച് ഒരാളിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ പോലും നമുക്ക് അളക്കേണ്ടി വരുന്നു, വളരെ കൃത്യമായിട്ട് അളക്കേണ്ടി വരും. മാത്രമല്ല, ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ ഒരു വസ്തു മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ താഴേക്ക് വരുന്നു, അത് ശാസ്ത്രമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയേണ്ടി വരും? അത് എത്ര സമയം കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് എത്തുന്നു, താഴേക്ക് വരുമ്പോൾ അതിന് ആക്സിലറേഷൻ ഉണ്ടാകുമോ, അതെത്രയാണ്, അതിന് ഇത്ര സമയം കഴിയുമ്പോൾ എത്ര വെലോസിറ്റിയാണ് ഉണ്ടാകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം അളവുകൾ, മെഷർമെൻറ്റ് നമുക്ക് വളരെയധികം കൃത്യമായിട്ട് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ശാസ്ത്രം വളരുന്നതനുസരിച്ച് അളവുകൾ വളരെ കൃത്യമായിട്ട് എടുക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ അധികമായി പഠിക്കുന്നു, ഡീറ്റെയിൽ ആയി പഠിക്കുന്നു. അതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്ന 2 സെക്ഷനാണ് യൂണിറ്റും മെഷർമെൻറ്റും. എന്താണ് യൂണിറ്റ് എന്നും എന്താണ് യൂണിറ്റിൻ്റെ ഉപയോഗമെന്നും, വ്യത്യസ്ത തരം യൂണിറ്റുകളെ കുറിച്ചും, എങ്ങനെയാണ് മെഷർമെൻറ്റുകൾ എടുക്കുന്നത്, എന്തൊക്കെയാണ് മെഷർമെൻറ്റ്, എത്ര ടൈപ്സ് മെഷർമെൻ്റ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എറർ വരുന്നത്, ഇതെല്ലാമാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലെങ്ത്, മാസ്, വോളിയം, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ രാജ്യത്തിനോട് എന്തുമാത്രം സ്നേഹമുണ്ട്, എൻ്റെ രാജ്യസ്നേഹം, അത് ഒരിക്കലും നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ നമുക്ക് എന്താണ്, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിനുമായിട്ട് എനിക്ക് എത്രത്തോളം ആരാധനയുണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില ക്വാണ്ടിറ്റീസിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാനും പറ്റും, ചിലതിനെ പറ്റത്തുമില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. പ്രധാനപ്പെട്ടതായിട്ട് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമുക്കുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വിളിക്കുന്ന വേറൊരു പേര് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നു. 2 ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് നോക്കാം. സ്വന്തമായിട്ട് നിൽക്കുവാൻ കഴിയുന്ന, മറ്റു ഒരു ക്വാണ്ടിറ്റീസിൻ്റെയും സഹായമില്ലാതെ സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്, ദ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരിക്കലും ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ സാധിക്കില്ല. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ലെങ്ത്, ടൈം, മാസ് തുടങ്ങിയവ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളൂടെ ഉൾപ്പെടുത്തി നമ്മൾ രണ്ടും കൂടെ പഠിക്കുമ്പോൾ സാധനം ക്ലിയർ ആവും. എന്താണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. They cannot be expressed in terms of other physical quantities. Unit of fundamental physical quantities are called fundamental units. Example എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം എക്സെട്ര ഒക്കെയാണ്. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് യൂസിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്താൽ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. They are expressed in terms of fundamental quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിലാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ എഴുതുന്നത്. എക്സാമ്പിൾ ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ഏരിയ, ഡെൻസിറ്റി എക്സെട്ര.
ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണെന്നൊരു തിരിച്ചറിവിനെ ഉണ്ടാവാം. പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഡെൻസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ആൾക്കാരുടെ സഹായം വേണ്ടി വന്നു. ആരുടെയൊക്കെയാണ്? മാസിന്റെയും വോളിയത്തിന്റെയും. അപ്പോൾ മറ്റ് ആരുടെയൊക്കെയോ സഹായത്താൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഒരു ലെങ്ത് അല്ലെങ്കിൽ ടൈം ഇതല്ലെങ്കിൽ മാസ്, ഇതുപോലുള്ള ക്വാണ്ടിറ്റീസിന് ഒരിക്കലും മറ്റ് ക്വാണ്ടിറ്റീസിന്റെ സഹായത്താൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഡെൻസിറ്റിയെ നമ്മൾ മാസ് ബൈ വോളിയം എന്ന് എഴുതിയതുപോലെ, ഏരിയയെ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതിയതുപോലെ, ഒരിക്കലും ലെങ്തിനെയും ടൈമിനെയും മാസിനെയും നമുക്ക് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്താൽ എഴുതാൻ കഴിയില്ല. അങ്ങനെ സ്വന്തമായി നിൽക്കാൻ കഴിയുന്നതും മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതുവാൻ കഴിയാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? സ്വന്തമായി നിൽക്കാൻ കഴിയുന്നതും മറ്റ് ക്വാണ്ടിറ്റീസിന്റെ സഹായത്താൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേര് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, വേറൊരു പേര് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇത് പ്രോപ്പർട്ടീസ് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു. എക്സാമ്പിൾ ആരൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം എക്സെട്രയൊക്കെയാണ്. ഇനി മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്താൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. അവരെ കാണിക്കാൻ അവരെ എന്തിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ്. യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കുവാൻ വേണ്ടിയിട്ട് അതിനെ മറ്റെന്തെങ്കിലുമായി താരതമ്യം ചെയ്യും. അങ്ങനെ നമ്മൾ എന്തുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പേന എൻ്റെ കയ്യിലുണ്ട്, ഒരു വൈറ്റ് ബോർഡ് മാർക്കർ എൻ്റെ കയ്യിലുണ്ട്. ഈ ബോർഡിന്റെ നീളം എത്രയാണ് അല്ലെങ്കിൽ ഈ ബോർഡിന്റെ ഹൈറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ ഈ പേന ഉപയോഗിച്ചുകൊണ്ട് തന്നെ അളക്കുന്നു. 1, 2, 3, 4, 4.5. ഇപ്പൊ 4.5 പേനയാണ് ഈ ബോർഡിന്റെ ഉയരം, ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ബോർഡിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ ഈ പേനയുമായി താരതമ്യം ചെയ്തു എങ്കിൽ ഈ പേനയെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റിന് എത്ര വോളിയം ഉണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പോൾ ബക്കറ്റിന് എത്ര വോളിയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു ചെറിയ കപ്പ് എടുക്കും. ഈ കപ്പ് എടുത്തതിന് ശേഷം ഈ കപ്പിൽ വെള്ളം കോരി ബക്കറ്റിലേക്ക് ഒഴിക്കും. അപ്പം ഞാൻ ഒരു 30 കപ്പ് വെള്ളം ഒഴിച്ച സമയത്ത് ഇത് നിറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ബക്കറ്റിന്റെ വോളിയം എത്ര കപ്പ് വെള്ളമാണെന്ന് പറയാൻ പറ്റും? 30 കപ്പ് വെള്ളമാണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിന്റെ വോളിയത്തിനെ ഞാൻ മറ്റൊരു വസ്തുവുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു എങ്കിൽ ഇവിടുത്തെ എൻ്റെ യൂണിറ്റ് ഈ കപ്പാണ്. അപ്പൊ എന്താണ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മറ്റൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുമായി താരതമ്യം ചെയ്ത് പറയും. അങ്ങനെ താരതമ്യം ചെയ്ത് പറയുന്നതിന് വിളിക്കുന്ന പേര് യൂണിറ്റ്. ഡെഫിനിഷൻ നോക്കാം. ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, its value is compared to that of a standard of the same kind. This standard is called unit of a physical quantity. സെയിം കൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് അളക്കാൻ ഞാനൊരു പേനയുടെ നീളവുമായാണ് താരതമ്യം ചെയ്തത്. ഈ വോളിയം അളക്കാൻ വേണ്ടി ഞാനൊരു കപ്പിന്റെ വോളിയം കൊണ്ടാണ് താരതമ്യം ചെയ്തത്. ഒരിക്കലും ഈ ബക്കറ്റിന്റെ വെള്ളത്തിന്റെ അളവറിയാൻ വേണ്ടി ഞാൻ നീളമല്ല ഉപയോഗിച്ചത്, അതിനൊരു വോളിയം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഒരുപോലത്തെ തരത്തിലുള്ളതിന് വെച്ച് താരതമ്യം ചെയ്യുന്നു. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് യൂണിറ്റിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോർഡിന്റെ ഹൈറ്റ് മെഷർ ചെയ്യാനാണ് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു പേനയാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാനൊരു തടി പണിയുന്ന മേശയെ വിളിച്ച് പറയുകയാണ്, മേശരി എനിക്ക് 4.5 പേന പൊക്കത്തിൽ ഒരു ബോർഡ് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പം മേശരി എന്ത് വിചാരിക്കും? 4.5 പൊക്കത്തിലുള്ള പേന, 4.5 പേനയുടെ പൊക്കം, ഇതെന്താണ്? അപ്പം ഞാൻ ഉപയോഗിച്ച യൂണിറ്റ് കൃത്യമായി മറ്റൊരാളിന് മനസ്സിലാവണം. അപ്പൊ എന്തൊക്കെയാണ് യൂണിറ്റിന് വേണ്ട പ്രോപ്പർട്ടീസ്? അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി സെയിം കൈൻഡ് ആസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, ബോർഡിന്റെ നീളത്തിനെ നമ്മൾ പേനയുടെ നീളവുമായാണ് താരതമ്യം ചെയ്തത്. ഒരു ബക്കറ്റിന്റെ വോളിയത്തിനെ നമ്മളൊരു കപ്പിന്റെ വോളിയമായാണ് താരതമ്യം ചെയ്തത്. ഒരിക്കലും കപ്പിന്റെ വോളിയത്തിനെ പേനയുടെ നീളമായി നമ്മൾ താരതമ്യം ചെയ്തിട്ടില്ല.
അപ്പൊ താരതമ്യം ചെയ്യുന്ന രണ്ടുപേരും ഒരേ കൈൻഡ് ആയിരിക്കണം, ഒരേ തരത്തിലുള്ളതായിരിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിറ്റിൽ ഒന്നാമതായിട്ട് പഠിച്ചത് ഇറ്റ് മസ്റ്റ് ബി സെയിം കൈൻഡ് ആസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റും രണ്ടും ഒരേ തരത്തിലുള്ളതായിരിക്കണം, ഒരേ കൈൻഡിലുള്ളതായിരിക്കണം. രണ്ട്, ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോർഡിന്റെ നീളം 4.5 പേനയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് എനിക്ക് മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്നതാണ് ഈ പേന എത്ര ഉള്ള പേനയാണെന്ന്. ഇതൊരിക്കലും മറ്റൊരാളിന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം. ഉദാഹരണത്തിന് ഈ ബോർഡിന്റെ നീളം ഞാനിപ്പോ പറയുന്നു, ബോർഡിന്റെ നീളം 90 സെന്റിമീറ്റർ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ 1 മീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഈ ബോർഡിന്റെ ഹൈറ്റ് 4 പേനയാണെന്ന് പറഞ്ഞു തന്നാൽ അത് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് ദ സൈസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോർഡിന്റെ നീളം അളക്കാൻ ഇപ്പൊ പേന ഉപയോഗിച്ചു. ഈ ബോർഡിന്റെ നീളം അളക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വലിയ ലാഡർ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഏണി കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ ബോർഡിന്റെ നീളം എത്രയാണെന്ന് പറയാൻ പറ്റും. അതാ ഏണിയുടെ ഇത്ര ഭാഗമാണ് എൻ്റെ ബോർഡിന്റെ ഉയരം എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് ദ സൈസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെയും സൈസ് ഏകദേശം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നാലാമതായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈസിലി റീപ്രൊഡ്യൂസബിൾ. ഞാൻ ഈ ബോർഡിന്റെ തന്നെ നോക്കി 4.5 പേന എന്ന് പറഞ്ഞ് എൻ്റെ ബോർഡിന്റെ നീളം ഞാൻ അളന്നു. ഈ പേന എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ എവിടെയെങ്കിലും പോയാലും എനിക്ക് ഈ നീളം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ പിന്നെ എനിക്ക് കിട്ടുന്ന വസ്തു തന്നെ ആയിരിക്കണം. 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി സെയിം കൈൻഡ് ആസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. 2, ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. 3, ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് ദ സൈസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. 4, ഇറ്റ് ഷുഡ് ബി ഈസിലി റീപ്രൊഡ്യൂസബിൾ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് യൂണിറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് യൂണിറ്റ് എന്ന് പഠിച്ചു, എങ്ങനെയാണ് മെഷർമെന്റ് ഒക്കെ എടുക്കുന്നതെന്ന്, നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിറ്റിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടു. ഇനി പണ്ട് കാലത്ത് നമ്മൾ ശാസ്ത്രം ഇത്രത്തോളം എല്ലാം വളർന്നു വരുന്നതിന് മുന്നേ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഓരോ രീതിയിലുള്ള യൂണിറ്റുകൾ അവർ ഉപയോഗിച്ചിരുന്നു, ഓരോ സമ്പ്രദായം അവർ ഉപയോഗിച്ചു പോന്നിരുന്നു. അങ്ങനെയുള്ള കുറച്ച് യൂണിറ്റ്സ്, ഒരു 3 ടൈപ്പ് യൂണിറ്റും 4മതൊരു അഡീഷണൽ ടൈപ്പുമാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു തരത്തിലുള്ള സിസ്റ്റം ആയിരിക്കും, ഒരു സെറ്റ് യൂണിറ്റുകളായിരിക്കും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത്. ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വേറൊരു സെറ്റ് ആയിരിക്കും ഉപയോഗിച്ച് പോരുന്നത്. ചൈനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വേറൊരു സെറ്റ് യൂണിറ്റ്സ് ആയിരിക്കും അവർ ഉപയോഗിച്ചത്. അങ്ങനെ പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന സെറ്റ് ഓഫ് യൂണിറ്റ്സ് വ്യത്യാസമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണയാണ് നമുക്ക് പഠിക്കേണ്ടത്. യൂണിറ്റ് സിസ്റ്റത്തിന് ആദ്യം പഠിക്കേണ്ടത് CGS യൂണിറ്റ് സിസ്റ്റം. അതിനു മുന്നേ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതിന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. ഇത് മൂന്നുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ക്വാണ്ടിറ്റി യൂണിറ്റ് സിസ്റ്റം CGS യൂണിറ്റ് സിസ്റ്റം ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റം. അതിന്റെ എല്ലാത്തിന്റെയും ആദ്യത്തെ അക്ഷരം ചേർത്തുകൊണ്ടാണ് CGS യൂണിറ്റ് സിസ്റ്റം എന്ന് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ലെങ്തിനെ മെഷർ ചെയ്യാൻ സെന്റിമീറ്ററും മാസിനെ മെഷർ ചെയ്യാൻ ഗ്രാമും ടൈമിനെ മെഷർ ചെയ്യാൻ സെക്കൻഡും ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിന് വിളിക്കുന്ന പേര് CGS യൂണിറ്റ് സിസ്റ്റം. കഴിഞ്ഞു. സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ലെങ്തിനെ മെഷർ ചെയ്യാൻ സെന്റിമീറ്ററും മാസിനെ മെഷർ ചെയ്യാൻ ഗ്രാമും ടൈമിനെ മെഷർ ചെയ്യാൻ സെക്കൻഡും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് വിളിക്കുന്ന പേര് CGS യൂണിറ്റ് സിസ്റ്റം. ഇനി FPS യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ പറയാൻ പറ്റും. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റം ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? FPS യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ലെങ്തിനെ മെഷർ ചെയ്യാൻ ഫൂട്ട് അല്ലെങ്കിൽ ഫീറ്റും, മാസിനെ മെഷർ ചെയ്യാൻ പൗണ്ടും, ടൈമിനെ മെഷർ ചെയ്യാൻ സെക്കൻഡും ഉപയോഗിക്കുന്നു. ഫൂട്ട് എന്താണ്? അടി. അതിന്റെ പ്ലൂറലാണ് ഫീറ്റ് എന്ന് പറയുന്നത്. പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? മാസിന്റെ യൂണിറ്റ് തന്നെയാണ്. റെസ്ലിംഗ് ഒക്കെ കാണുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും. ഓരോ റെസ്ലേഴ്സിന്റെ എല്ലാം വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഒക്കെ പറയുന്ന പൗണ്ടിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ലെങ്തിനെ മെഷർ ചെയ്യാൻ ഫൂട്ടും, മാസിനെ മെഷർ ചെയ്യാൻ പൗണ്ടും, ടൈമിനെ മെഷർ ചെയ്യാൻ സെക്കൻഡും ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിന് വിളിക്കുന്ന പേര് FPS യൂണിറ്റ് സിസ്റ്റം. അടുത്ത് വരുന്നത് MKS യൂണിറ്റ് സിസ്റ്റം. എന്താണ്? M എന്ന് വെച്ചാൽ മീറ്റർ, K എന്ന് വെച്ചാൽ കിലോഗ്രാം, S എന്ന് വെച്ചാൽ സെക്കൻഡ്. ഷോർട്ട് ഫോം MKS യൂണിറ്റ് സിസ്റ്റം. എന്താ പറയുന്നത്? ലെങ്തിനെ മെഷർ ചെയ്യാൻ മീറ്ററും, മാസിനെ മെഷർ ചെയ്യാൻ കിലോഗ്രാമും, ടൈമിനെ മെഷർ ചെയ്യാൻ സെക്കൻഡും ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിൽ വിളിക്കുന്ന പേര് MKS യൂണിറ്റ് സിസ്റ്റം. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു
ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത് സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ വേറൊരെണ്ണമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ ഒരു ഉപരിപഠനത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണെന്നും അവരുടെ ഭാഷ അല്ലെങ്കിൽ അവർ യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തെന്ന് പോലും മറ്റൊരു രാജ്യക്കാരന് മനസ്സിലാകാൻ പറ്റില്ല. ആ ഒരു പോരായ്മ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു യൂണിറ്റ് സിസ്റ്റത്തിന് കൊണ്ടുവന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ഷോർട്ട് ഫോമിൽ SI എന്ന് വിളിക്കും. ഇതിനെ സിസ്റ്റം ഇന്റർനാഷണൽ എന്നും പറയുന്നു. സിസ്റ്റം ഇന്റർനാഷണൽ, ഇതാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. നാലാമതായിട്ടും ഏറ്റവും മോഡേൺ ആയിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് സിസ്റ്റമാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് സിസ്റ്റം പ്രധാനപ്പെട്ടായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്. CGS യൂണിറ്റ് സിസ്റ്റം, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റം. രണ്ടാമത് FPS യൂണിറ്റ് സിസ്റ്റം, ഫുട്ട് പൗണ്ട് സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റം. മൂന്നാമതായിട്ട് MKS യൂണിറ്റ് സിസ്റ്റം, എന്താണ്? മീറ്റർ കിലോഗ്രാം സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റം. നാലാമതായിട്ട് വരുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്ന SI. എന്താ ഫസ്റ്റ് 3 ടേം ഉപയോഗിക്കുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് ലെങ്തിനെയും മാസിനെയും ടൈമിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ആദ്യത്തെ 3 അക്ഷരങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് SI യൂണിറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. അഡ്വാൻറ്റേജസ് ഓഫ് SI. ആദ്യത്തേത് ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്ന വേർഡിന്റെ മലയാളം അർത്ഥം സമഗ്രമായത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ SI യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന സകലമാന യൂണിറ്റുകൾക്കും അല്ലെങ്കിൽ സകലമാന ക്വാണ്ടിറ്റീസിനും യൂണിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുവാൻ SI സിസ്റ്റത്തിന് കഴിയുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് സമഗ്രമായതാണ്. ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. ഇറ്റ് കവേഴ്സ് ആൾ ഡിസിപ്ലിൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഈസ് കൊഹറന്റ്. കൊഹറന്റ് എന്ന വാക്കിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായത് അല്ലെന്നുണ്ടെങ്കിൽ യുക്തിയുക്തമായത് എന്നൊക്കെയാണ് അതിന്റെ മലയാള മീനിങ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. The unit of any derived quantities can be obtained as product or quotient of fundamental quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ, SI യൂണിറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടോ ഡിവൈഡ് ചെയ്തുകൊണ്ടോ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് കൊഹറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ ചെയ്തുകൊണ്ട് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. The unit of any derived quantities can be obtained as product or quotient of fundamental quantities. 3 നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും SI യൂണിറ്റിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ശാസ്ത്രം അറിയാവുന്ന ആളിനും മനസ്സിലാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോർഡിന്റെ ഉയരം 4.5 പേനയാണെന്നോ 5 പേനയാണെന്നോ പറഞ്ഞാൽ അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ലെങ്തിന്റെ SI യൂണിറ്റ് ആയ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോർഡിന്റെ ഹൈറ്റ് 1 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രം എന്തെന്നറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എന്താണ് SI യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്, അത് സമഗ്രമായതാണ്. ഇറ്റ് ഈസ് കൊഹറന്റ്, അത് ഉചിതമായതാണ് അല്ലെങ്കിൽ യുക്തിയുക്തമായതാണ്. മൂന്നാമത് ഇറ്റ് ഈസ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്, ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവരുടെ SI യൂണിറ്റിനെയും കുറിച്ചാണ്. ഫസ്റ്റ് കോളത്തിൽ ഞാൻ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ അവരുടെ SI യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത കോളത്തിൽ അതിന്റെ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ എഴുതാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ചെറിയ അക്ഷരം M. രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ സിമ്പിൾ kg, ചെറിയ കെയും ചെറിയ ജിയും. മൂന്നാമതായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടൈമാണ്. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്, സിമ്പിൾ ചെറിയ അക്ഷരം S ആണ്. അത് SEC എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല, അതൊക്കെ തെറ്റാണ്. സാധാരണ സിമ്പിൾ SI യൂണിറ്റിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ചെറിയ അക്ഷരം S ആണ്. നാലാമതായിട്ട് ഇലക്ട്രിക് കറണ്ട്, SI യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ എന്ന് എഴുതുമ്പോൾ നമ്മൾ ചെറിയ അക്ഷരമാണ് എഴുതാറുള്ളത്. പക്ഷെ അതിന്റെ SI യൂണിറ്റിലുള്ള സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ A ആണ് ഉപയോഗിക്കാറുള്ളത്. ഇതിനൊക്കെ കാരണങ്ങളുള്ളതാണ്. ഒരു സയന്റിസ്റ്റിനെ ആദരവായിട്ട് നമ്മളൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ സയന്റിസ്റ്റിന്റെ പേര് കൊണ്ട് യൂണിറ്റ് എഴുതുമ്പോൾ, ഫുള്ളായിട്ട് യൂണിറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ സിമ്പലായി ഉപയോഗിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഉപയോഗിക്കണം എന്നുമാണ് പറയുന്നത്.
ഫോഴ്സിന് നമ്മൾ ന്യൂട്ടൺ എഴുതുമ്പോൾ 5 ന്യൂട്ടൺ എന്ന് നമ്മൾ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ N ക്യാപിറ്റൽ വേണമെന്നില്ല. പക്ഷേ 5 ന്യൂട്ടൺ എന്ന സിമ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ 5N എന്നേ ഉപയോഗിക്കാവൂ. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ, സിമ്പൽ ക്യാപിറ്റൽ A. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, സാധാ നമ്മുടെ ടെമ്പറേച്ചർ. എന്തുകൊണ്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നൊക്കെ വിളിക്കുന്നു എന്നൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. 5ാമത്തെ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. അവിടെയും K ക്യാപിറ്റൽ വേണമെന്നില്ല, സ്മോൾ ലെറ്റർ മതി. സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ K ആണ്. അത് ഡിഗ്രി കെൽവിൻ എന്നൊന്നും ഒരിക്കലും ഉപയോഗിക്കില്ല, അതെല്ലാം തെറ്റായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ക്യാപിറ്റൽ K മാത്രം. 6ാമതായിട്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന എത്രത്തോളം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ള അവഗാഡ്രോ നമ്പർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുന്ന സാധനമാണ്. അതിന്റെ അതിന്റെ യൂണിറ്റ് മോൾ എന്നാണ്, MOLE. അതിന്റെ സിമ്പല് MOL. ഇവിടെ MOL ഉം ഇവിടെ MOLE അതിന്റെ സിമ്പൽ വരുമ്പോൾ E ഇല്ല, MOL മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് 7ാമതായിട്ട് വരുന്ന ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം വിസിബിൾ ലൈറ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ലൂമിനസ് ഇന്റൻസിറ്റി പറയുന്നത്. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻഡിലയാണ്. അതിന്റെ സിമ്പൽ CD ആണ്. ചെറിയ സിയും ചെറിയ ഡിയും തന്നെയാണ്. അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവരുടെ യൂണിറ്റും അവരുടെ സിമ്പലും കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉള്ളതുപോലെ, 7 SI യൂണിറ്റ് ഉള്ളതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിലൊന്നാമതാണ് യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. അതിനെ വിളിക്കുന്ന പേര് റേഡിയൻ എന്നാണ്. റേഡിയൻ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പൽ RAD ആണ്. അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ടു C ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 റേഡിയൻ 1 റൈസ് ടു C എന്ന് നമ്മൾ എഴുതുന്നു. ഡിഗ്രി 1 ഡിഗ്രി 2 ഡിഗ്രി എന്നൊക്കെ എഴുതുന്ന പോലെ റൈസ് ടു C എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് റേഡിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു സർക്കിൾ എടുക്കുന്നു. ആ സർക്കിളിന്റെ റേഡിയസിന് തുല്യമായിട്ടുള്ള ഒരു ആർക്ക്, ഇതാണ് ആർക്ക്. റേഡിയസിന് തുല്യമായിട്ടുള്ള ഒരു ആർക്ക് ആ സർക്കിളിന്റെ സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഒരു റേഡിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഒരു റേഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കിളിന്റെ റേഡിയസിന് തുല്യമായിട്ടുള്ള ആർക്ക് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഒരു റേഡിയൻ. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. വിളിക്കുന്ന പേര് റേഡിയൻ. റേഡിയൻ എന്ന് വെച്ചാൽ പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് ആണ്. സിമ്പൽ RAD അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ടു C എന്ന് ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ ആണ്. അതിനെ സ്റ്റെറേഡിയൻ എന്ന് വിളിക്കുന്നു. SR എന്ന സിമ്പലാണ്. ചെറിയ S ചെറിയ R ആണ് ഇതിന്റെ സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു 3 ഡയമെൻഷനാണ്. നമ്മളൊരു സോളിഡിനെ എടുത്തു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പിയറിനെ എടുക്കുന്നു. ആ സ്പിയറിന് 6 റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. 6 റേഡിയസ് ആണെങ്കിൽ 6 സൈഡുള്ള ഒരു സ്ക്വയറിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. 6 റേഡിയസ് ഉള്ള ഒരു സ്ക്വയറിനെ കൺസിഡർ ചെയ്തിട്ട് ആ സ്ക്വയറിന്റെ ഏരിയയായ R² ഏരിയയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സർക്കുലർ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു സർക്കുലർ ഏരിയ ഈ സ്പിയറിൽ എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ സെന്ററുമായി ഒരു കോൺ ഉണ്ടാക്കും. ആ കോണിന്റെ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിഡിയൻ. ഇതൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ എന്താണ് സ്റ്റെറിഡിയൻ എന്ന് പറഞ്ഞാൽ? സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് ആണ്. എങ്ങനെ നമ്മൾ പറയുന്നു? ഒരു സ്പിയറിന്റെ റേഡിയസിന് തുല്യമായിട്ടുള്ള ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയറിന്റെ ഏരിയക്ക് തുല്യമായി ഒരു സർക്കുലർ ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കുലർ ഏരിയ ഈ സ്പിയറിന്റെ സെന്ററുമായി ഒരു കോൺ ഉണ്ടാക്കും. ആ കോണിന്റെ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിഡിയൻ, സ്റ്റെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സ്പിയർ ബൈ എ പോർഷൻ ഓഫ് ഇറ്റ്സ് സർഫസ് ഏരിയ ഈക്വൽ ടു ദ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഓഫ് സൈഡ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. സ്പിയറിന്റെ റേഡിയസിന് തുല്യമായിട്ടുള്ള ഒരു സ്ക്വയർ, ആ സ്ക്വയറിന് തുല്യമായിട്ടുള്ള ഒരു സർക്കുലർ ഏരിയ, അതിന്റെ സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ സ്റ്റെറിഡിയൻ. സിമ്പൽ SR. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റാൻഡേർഡ് പ്രിഫിക്സസിനെ കുറിച്ചാണ്. എന്താണ് പ്രിഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പറിന് മുന്നെയോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മുന്നെയോ നമ്മൾ ആഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെന്റിമീറ്റർ. സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിന് മുന്നേ നമ്മൾ ചേർത്തതാണ് സെന്റി. അങ്ങനെ എന്തിനെങ്കിലും മുന്നേ ചേർക്കുന്നതിന് വിളിക്കുന്ന പേര് പ്രിഫിക്സ്. കിലോഗ്രാം വേറൊരു എക്സാമ്പിൾ ആണ്. കിലോഗ്രാം. ഗ്രാമിന് മുന്നേ നമ്മൾ ചേർത്തതാണ് കിലോ. അങ്ങനെ എന്തിനെങ്കിലും മുന്നേ ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിഫിക്സസ് മൊത്തത്തിൽ 20 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതല്ല, മൊത്തത്തിൽ 20 എണ്ണമാണ് ഉള്ളത്. നമ്മൾ 16 എണ്ണത്തിന് ഇപ്പൊ ഇവിടെ പറയും, ബാക്കി 4 എണ്ണത്തിന് നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
10⁻⁴ അതിനെ വിളിക്കുന്ന പേര് ഡെക്ക എന്നാണ്. ഉപയോഗിക്കുന്ന സിമ്പല് DA ആണ്, ചെറിയ ഡിയും ചെറിയ എയും. അടുത്ത 10⁻²നെ വിളിക്കുന്നത് ഹെക്ടോ എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ H കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 10⁻³ വിളിക്കുന്ന പേര് കിലോ എന്ന് വിളിക്കുന്നു, അതിനെ സ്മോൾ ലെറ്റർ K കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് 10⁻⁶ വിളിക്കുന്ന പേര് മെഗാ എന്ന് വിളിക്കുന്നു, ക്യാപിറ്റൽ M കൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പൊ കിലോ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കിലോഗ്രാം, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മെഗായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മെമ്മറി കാർഡിന്റെയും നമ്മുടെ പെൻഡ്രൈവിന്റെയും എല്ലാം കപ്പാസിറ്റി ഒക്കെ പറയുന്നത് നമ്മൾ MB പറയുന്നുണ്ട്, മെഗാബൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. അടുത്തത് 10⁻⁹ വിളിക്കുന്ന പേര് ജിഗ എന്ന് വിളിക്കുന്നു, നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. GB, ജിഗാബൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് GB, ആ G തന്നെയാണ്. 10⁻⁹ വിളിക്കുന്ന പേരാണ് ജിഗ, ക്യാപിറ്റൽ G കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത 10⁻12 വിളിക്കുന്ന പേര് ടെറ എന്ന് വിളിക്കുന്നു, ക്യാപിറ്റൽ T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഹാർഡ് ഡിസ്കിന്റെയും കമ്പ്യൂട്ടറിന്റെയും എല്ലാം കപ്പാസിറ്റി പറയാൻ നമ്മൾ TB ഉപയോഗിക്കുന്നുണ്ട്, ടെറാബൈറ്റ്. ആ T തന്നെയാണ് 10⁻12 വിളിക്കുന്ന പേര് ടെറ എന്ന് വിളിക്കുന്നു, T എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് 10⁻15 വിളിക്കുന്ന പേര് പീറ്റ എന്ന് വിളിക്കുന്നു, അതിന് ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് 10⁻19 വിളിക്കുന്ന പേര് എക്സ എന്ന് വിളിക്കുന്നു, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ E കൊണ്ടാണ്. രണ്ടെണ്ണോടുണ്ട്, നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ഇനി അടുത്തത് ഇതിന്റെ എല്ലാം പവറിന്റെ സൈൻ നെഗറ്റീവ് വരുന്നത്. 10⁻−1 വിളിക്കുന്ന പേര് ഡെസി എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ D കൊണ്ട് ഉപയോഗിക്കുന്നു. നമുക്ക് ഷുഗർ എല്ലാം, ബ്ലഡ് ഷുഗർ, ഗ്ലൂക്കോമീറ്ററിലെല്ലാം ഡെസി ലിറ്റർ എന്ന ഒരു ടേം നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെയെല്ലാം നമ്മൾ സാധാരണഗതിയിൽ ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക്, അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഒക്കെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഒരുപക്ഷെ കണ്ടിട്ടുള്ളതായിരിക്കും ഡെസി. ഡെസി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 10⁻−1 വിളിക്കുന്ന പേരാണ് ഡെസി എന്ന് വിളിക്കുന്നത്. 10⁻−2 വിളിക്കുന്ന പേരാണ് സെന്റി, സെന്റിമീറ്റർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചെറിയ C കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻−3 വിളിക്കുന്ന പേര് മില്ലി എന്നാണ്, സ്മോൾ ലെറ്റർ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 10⁻−6 വിളിക്കുന്ന പേര് മൈക്രോ എന്നാണ്, മ്യൂ എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, മ്യൂ എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, സിമ്പൽ ആണത്, മ്യൂ എന്ന സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 10⁻−9 നാനോ എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ N കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നാനോ ടെക്നോളജി ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 10⁻−12 വിളിക്കുന്ന പേര് പൈക്കോ എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ P കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. P ക്യാപിറ്റൽ ലെറ്റർ P വേറെ ഉണ്ട്, സ്മോൾ ലെറ്റർ P ആണ്, തിരിഞ്ഞു പോരുത്. 10⁻−15 വിളിക്കുന്ന പേര് ഫെംടോ എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ F കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 10⁻−18 വിളിക്കുന്ന പേര് അറ്റോ എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിലും നെഗറ്റീവിലേക്ക് പവർ നെഗറ്റീവ് വരുന്നതിലും രണ്ടെണ്ണം കൂടെ ഉണ്ട്, മൊത്തത്തിൽ 20 എണ്ണമാണ്, 16 നമ്മൾ ഈ പറഞ്ഞു. ഇതിൽ ഏറ്റവും എപ്പോ ചോദിച്ചാലും മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാം, കിലോ, മെഗാ, ഈ രണ്ടെണ്ണം ഈ സൈഡിൽ കൃത്യമായി ഓർമ്മ വന്നിരിക്കണം, കൂടെ ജിഗായും. നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോൾ സെന്റി, മില്ലി, മൈക്രോ, നാനോ, ഫെംടോ, ഇത്രയും ടേംസ് നമ്മൾക്ക് എപ്പോ ചോദിച്ചാലും കാണാതെ പറഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല, ഈ 16 എണ്ണവും നിങ്ങൾ കാണാതെ പഠിച്ച് തന്നെ വെക്കേണ്ടതാണ്, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നതുമാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ലാർജ് ലെങ്സ് ആണ്. വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് അതിന് നമ്മളൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ആദ്യമായിട്ട് പഠിക്കേണ്ടത് ലൈറ്റ് ഇയറിനെ കുറിച്ചാണ്. ലൈറ്റ് ഇയറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ലൈറ്റ് ഒരു ഇയർ കൊണ്ട് സഞ്ചരിച്ച ദൂരം, ലൈറ്റ് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഇപ്പൊ ലൈറ്റ് ഇയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ലൈറ്റ് ഒരു വർഷം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ലൈറ്റിന്റെ വെലോസിറ്റി നമുക്കറിയാം, ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് നമുക്കറിയാം. ലൈറ്റിന്റെ സ്പീഡ് C എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അത് എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. ഇവിടുത്തെ ടൈം എന്ന് വെച്ചാൽ എത്രയാണ്, ടൈം ഈസ് ഈക്വൽ ടു 1 ഇയർ ആണ്. അപ്പം സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചറിയാം. പക്ഷേ സ്പീഡ് ഇൻറ്റു ടൈം നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടും SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. സ്പീഡും SI യൂണിറ്റിലായിരിക്കണം, ടൈമും SI യൂണിറ്റിലായിരിക്കണം. ഇവിടെ സ്പീഡ് SI യൂണിറ്റിൽ തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ ടൈമായ 1 ഇയറിനെ എന്തിലോട്ട് മാറ്റണം, SI യൂണിറ്റ് ആയ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടൈം ഈസ് ഈക്വൽ ടു 1 ഇയർ ആണ്. 1 ഇയർ എന്ന് വെച്ചാൽ 365 ഡേയ്സ് ആണെന്ന് അറിയാം. ഇതിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റണം, അവേഴ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ 365 ദിവസം എത്ര മണിക്കൂറായിരിക്കും, 365 × 24 മണിക്കൂറായിരിക്കും. ഇനി നമ്മൾ എന്തിലോട്ട് മാറ്റണം, അതിന് മിനിറ്റിലോട്ട് മാറ്റണം. അപ്പം അവറിനെ എങ്ങനെയാണ് നമ്മൾ മിനിറ്റിലോട്ട് മാറ്റുന്നത്, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം എത്ര കിട്ടും,
365 ഇൻറ്റു 24 ഇൻറ്റു 60 മിനിറ്റ് എന്ന് കിട്ടും. ഈ മിനിറ്റ് എന്ന് കിട്ടിയതിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാര്യം ഒരു മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണെന്ന് അറിയാം. അതുകൊണ്ട് ഇത്രയും മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 സെക്കൻഡ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ വാല്യൂ കിട്ടി, ടൈമും കിട്ടി, സ്പീഡും കിട്ടി. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്പീഡ് എത്രയാണ്? 3 ഇൻറ്റു 10⁸ ഇൻറ്റു ടൈം എത്രയാണ്? 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഇത് ചെയ്ത് വരുമ്പോൾ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ എന്ന് കിട്ടുന്നു. ദെൻ 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു എത്രയാണ് വാല്യൂ? 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഡെഫിനിഷൻ പഠിക്കുക, വാല്യൂ പഠിക്കുക. എന്താണ് ലൈറ്റ് ഇയർ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിച്ച ദൂരത്തെ വിളിക്കുന്ന പേര് ലൈറ്റ് ഇയർ. It is having the value 1 light year is equal to 1 LY is equal to 9.46 into 10⁻15 meter. അടുത്ത നമുക്ക് പഠിക്കേണ്ട പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് ലാർജ് ലെങ്ത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സൂര്യന് ചുറ്റാകെ എർത്ത് റിവോൾവ് ചെയ്യുന്നത്, എർത്താണെന്ന് വിചാരിക്കുക, സൂര്യനാണെന്ന് വിചാരിക്കുക, എർത്ത് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർപ്പാത്തിലൂടെയാണ്. അപ്പോൾ സൂര്യനും എർത്തുമായിട്ടുള്ള അകലം പല സമയത്തും പലതായിരിക്കും. ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഉള്ളായിരിക്കുന്ന അകലമായിരിക്കില്ല ഇവിടെ എർത്ത് എത്തുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിന്റെ ആവറേജ്, അതിനെ വിളിക്കുന്ന പേരാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ദി എർത്ത്. ഇതിന്റെ വാല്യൂ 1.5 ഇൻറ്റു 10⁻11 മീറ്റർ ആണ്. ഡെഫിനിഷൻ പഠിക്കാം, വാല്യൂ പഠിക്കാം. മൂന്നാമതായിട്ട് പഠിക്കേണ്ടത് പാഴ്സെക്, വേറൊരു പേര് പാരലാറ്റിക് സെക്കൻഡ് എന്നുള്ളതാണ്. PC എന്ന സിമ്പൽ കൊണ്ട് എഴുതുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തു, അതായത് ഇപ്പോൾ സണ്ണായിട്ട് എടുത്തു, സണ്ണിന് ചുറ്റായി ഏതെങ്കിലും ഒരു വസ്തു സർക്കുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്ത് പോവുകയാണ്. അതങ്ങനെ ഒരു സർക്കുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു AU ലെങ്ത് ഉള്ള ആർക്ക് അതിൻ്റെ സെന്ററുമായി ഒരു സെക്കൻഡ് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്തിനെ വിളിക്കുന്ന പേരാണ് 1 പാഴ്സെക്. എന്താ പറഞ്ഞത്? 1 AU ആർക്ക് ലെങ്ത് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് 1 സെക്കൻഡ് ആണെങ്കിൽ ഈ ഒരു ലെങ്തിനെ വിളിക്കുന്ന പേര് പാഴ്സെക്. എങ്ങനെ ഡെഫിനിഷൻ പറയാം? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് an ആർക്ക് ലെങ്ത് 1 AU സബ്സ്റ്റൻഡ് an ആംഗിൾ ഓഫ് 1 സെക്കൻഡ്. 1 AU ആർക്ക് സെന്ററിൽ 1 സെക്കൻഡ് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര്, ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് പാഴ്സെക്. എന്താണ് ഒരു സെക്കൻഡ് എന്ന് ചോദിച്ചാൽ, 1 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. മണ്ടയിൽ ഒരു വര ഇടുന്നു മിനിറ്റിന്. 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. മണ്ടയിൽ 2 വര ഇട്ട് കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് എന്ന് വായിക്കുന്നു. അപ്പോൾ സെക്കൻഡ്, 1 സെക്കൻഡ് എന്ന് വെച്ചാൽ വളരെ കുഞ്ഞൊരു ആംഗിളാണ്. അത്രത്തോളം കുഞ്ഞൊരു ആംഗിളിനെ 1 AU ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്നെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് പാഴ്സെക്. എങ്ങനെ ഡെഫിനിഷൻ പറയാം? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് an ആർക്ക് ലെങ്ത് ഓഫ് 1 AU സബ്സ്റ്റൻസ് an ആംഗിൾ ഓഫ് 1 സെക്കൻഡ്. വാല്യൂ 1 പാഴ്സെക് ഈസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. 3 ചെറിയ യൂണിറ്റിനെ ഇവിടെ നമ്മൾ പഠിക്കുന്നു. ആദ്യം ആംസ്ട്രങ് യൂണിറ്റ്. A മണ്ടയിൽ ഒരു 0 എഴുതുന്നു, അതാണ് സിമ്പല്. 1 ആംസ്ട്രങ് ഈസ് ഈക്വൽ ടു 10⁻−10 മീറ്റർ. 10⁻−10 മീറ്ററിനെ വിളിക്കുന്ന പേരാണ് 1 ആംസ്ട്രങ് എന്ന് വിളിക്കുന്നു. അടുത്തത് ഫെർമി. ന്യൂക്ലിയർ റേഡിയസ്, ന്യൂക്ലിയസിന്റെ റേഡിയസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫെർമി. ആംസ്ട്രങ് ആറ്റത്തിന്റെ സൈസ് ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഫെർമി FM എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. 1 FM ഈസ് ഈക്വൽ ടു 10⁻−15 മീറ്റർ. 10⁻−15 മീറ്ററിനെ ഫെർമി എന്ന് വിളിക്കുമ്പോൾ 10⁻−15നെ ഫെംറ്റോ എന്നാണ് വിളിച്ചതും എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. അടുത്തത് അറ്റോമീറ്റർ. AM എന്ന അക്ഷരം കൊണ്ട് ഉപയോഗിക്കുന്ന അറ്റോമീറ്റർ. 1 അറ്റോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻−18 മീറ്റർ. 10⁻−18 മീറ്ററിനെ വിളിക്കുന്നത് അറ്റോമീറ്റർ എന്നും 10⁻−18 മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്നത് അറ്റോ എന്നുമാണ്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളൊരു 3 ലാർജ് ഡിസ്റ്റൻസ് മെഷർമെന്റും 3 സ്മോൾ ഡിസ്റ്റൻസ് മെഷർമെന്റും നമ്മളിവിടെ പഠിച്ചു.